ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ, യുവർ ഓൺ ഐശ്വര്യ മാൻസി. അപ്പോൾ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. ഇന്ന് ഞങ്ങൾക്ക് NSS ഡേയുടെ ഇന്നല്ല, ഒരു 5 ഡേ ക്യാമ്പാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഒരു വ്ളോഗ് അങ്ങോട്ട് എടുത്തേക്കാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി പോവാണ്. ഇന്ന് നമുക്ക് കൺസെഷൻ ഒന്നുമില്ല ഗൈസ്, ഫുൾ ചാർജാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് എത്തി കേട്ടോ. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പെസഹ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എൻ്റെ അതായത് കോളേജിലേക്ക് പോകാനുള്ള ബസ് കയറണം കേട്ടോ. അതിനുള്ള വെയിറ്റിംഗ് ആണ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല, കാരണം ക്ലാസ്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് നല്ല തിരക്കായിരുന്നു, അത് കാരണമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു എക്സിബിഷൻ പോലത്തെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ഡ്രസ്സ് കൊണ്ടുവരുന്നിട്ട്. അപ്പോൾ അത് ഒരു 2 മാസമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ നിർത്തി പോവുക തോന്നുന്നു. കാരണം ആ ലോറിയിലൊക്കെ ഒരു ഡ്രസ്സൊക്കെ കയറ്റാനായിരിക്കും. അതുപോലെ ഒക്കെ ഭാണ്ഡക്കെട്ട് പോലെ കെട്ടി വെച്ചിരുന്നുണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ തന്നെ, ശക്തൻ സ്റ്റാൻഡിൽ തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പം ഞാൻ അങ്ങോട്ട് ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. നല്ല വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും വാങ്ങാൻ നിന്നില്ല, എന്ന് വെറുതെ കോളേജ് വിട്ട് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫിന് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു കേട്ടോ. അതുപോലെ ഇനി ഇവിടെ ഇപ്പോൾ ഇലക്ഷനായ കാരണം നിറച്ച് പോസ്റ്ററുകളും അതിന് വരുത്തേക്കലൊക്കെ ആയിരുന്നു. പിന്നെ എന്താ, നമ്മൾ കോളേജിലെത്തി. പിന്നെ അവിടുത്തെ ബസ്സിൽ കയറിയത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടു. അപ്പോൾ നമ്മളങ്ങനെ കോളേജിലെത്തി. അപ്പോൾ നമ്മൾ സാധാരണ വന്ന് കയറാറുള്ള ക്ലാസ്സിൽ വന്നു കേട്ടോ. ഇന്ന് കോൺഫറൻസ് ഹോളിൽ ഒരു പരിപാടിയാണ് ഗൈസ്. അപ്പോൾ നമ്മളതിന് പോവാം. അതിന് മുമ്പ് നമ്മൾ 9:00-ക്കാണ് പരിപാടി. ഇന്ന് പെസഹ ദിവസമാണ്. ഓക്കെ, ഇവിടെ രസമുണ്ട്. ഞങ്ങളപ്പോൾ എന്നും ഈ ക്ലാസ്സിൽ വരിക. അപ്പോൾ 9:00-ക്കാണ് പരിപാടി. 9:30 10 മണിയാവുമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ 9 മണിക്ക് ഞാൻ റീച്ച് ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ ഈ ഭാഗത്തുള്ള കുറച്ച് ക്ലാസ്സിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മെമ്മറി എന്നൊക്കെ പറയാമല്ലോ. അപ്പം ഞങ്ങളുടെ ഞാൻ ഇങ്ങനെ വെറുതെ നടക്കുന്നത് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. തല്ലാൻ നടക്കണ പോലെ ഉണ്ടല്ലോ നടത്തം. ഓക്കെ, എന്നെ തന്നെ ഞാൻ ട്രോളി. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷട്ടിൽ ഗ്രൗണ്ട്. ഇത് തന്നെയാണ് ഞങ്ങളുടെ വോളിബോൾ ഗ്രൗണ്ട് എന്നൊക്കെ പറയണത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ ഒരു പൊടി. ഈ ഭാഗത്തേക്ക് അങ്ങനെ അധികാരം വരാറില്ല, ഒഴിഞ്ഞ ക്ലാസ്സാണ്. അത് കാരണമാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കണത്. അപ്പോൾ ഇതുമൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വെറുതെ നോക്കാൻ വേണ്ടി തൊട്ടപ്പോഴാണ് അറിയണേ. പിന്നെ ഈ ക്ലാസ് വോളിബോളും ഷട്ടിൽ ഗ്രൗണ്ടും ഇത് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ 2 ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരെ നമ്മുടെ ക്ലാസ്സിൽ പോവുകയാണ്. അപ്പോഴേക്കും വേർത്ത് ഇതായിട്ട് നമ്മൾ ഒന്നാമതേ കോളേജിലേക്ക് ഇത്തിരി നടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വേർക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിലെത്തി. അപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങൾക്ക് അതായത് പെസഹ വ്യാഴത്തിൻ്റെ അത് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് ഗൈസ്. പക്ഷേ ആ പിള്ളേർ ആരും എത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് പീരീഡ് സാറിൻ്റെ ബുക്ക് എടുത്ത് ഞങ്ങളിങ്ങനെ വെച്ചേക്കുക കേട്ടോ. അത് ഭാഗ്യത്തിന് കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഭയങ്കര ഉഷ്ണമാണ് കേട്ടോ. അപ്പം ഞാൻ ഫാറ്റ് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ തലയുടെ മുകളിലല്ല ഫാൻ, അത് കാരണം ഭയങ്കര ഉഷ്ണമായിരുന്നു. അപ്പോൾ ഞാൻ ചിന്താകുലയായിരിക്കാം, എന്താ ചെയ്യേണ്ടത്, ഉഷ്ണിച്ചിട്ട് പോയ ഫാൻ വെച്ചാൽ അവിടെ എങ്ങാണ്ടൊക്കെ ഇറങ്ങണേ. അപ്പോൾ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി ഗായ്സ്. ഉഷ്ണം സഹിക്കാൻ വയ്യാതെ ഞാൻ എണീറ്റ് പോവും. ഇപ്പോൾ ഫാനിൻ്റെ ചുവട്ടിൽ നിൽക്കും. അല്ലാണ്ട് എന്താ ചെയ്യുക, ഉഷ്ണം മാറണ്ടേ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും വാടി വിളിക്കുക കേട്ടോ. വാടി ഇവിടെ ഇവിടെ നിന്നിട്ട് ഫാനിൻ്റെ കാറ്റ് കൊള്ളാം എന്നൊക്കെ പറയണേ. അപ്പോഴേക്കും ക്ലാസ്സിൽ 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ക്ലാസ് ഉണ്ടാവില്ല, ആകെ 4 പേര് വെച്ച്. ഞങ്ങളിപ്പോൾ 9:30 പോവുമല്ലോ, 9:45 തൊട്ടാണ് ഫസ്റ്റ് അവർ തുടങ്ങുക. അപ്പോൾ നമുക്ക് ഇരുന്നിട്ടും കാര്യമില്ല. അപ്പോൾ ആ കുട്ടികൾ പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് പീരീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 9:30 ഇറങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മീറ്റിങ്ങിലാണ് കേട്ടോ, കോൺഫറൻസ് ഹോളിലാണ്. അപ്പോൾ കുറച്ച് ഓക്കെ, അങ്ങനെ ഡ്രഗ്സ് പ്രശ്നമായി മാറുന്നത്. ഫിസിഷ്യൻ എഴുതുന്നതും ഡ്രഗ് തന്നെയാ, അല്ല ഒരു ഡോക്ടർ എഴുതുന്നതും ചിലപ്പോൾ ഡ്രഗ് തന്നെയായിരിക്കും. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു സ്നേഹാരാമം ഒരു ചിന്തിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ NSSൻ്റെ ഭാഗമായിട്ട് NSSൻ്റെ ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു ഉയർന്ന ആൾ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, രഞ്ജിത്ത് വർഗീസ് എന്ന് പറഞ്ഞൊരു സാറായിരുന്നു കേട്ടോ വന്ന് ക്ലാസ് എടുത്തത്. നല്ല ക്ലാസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് ടൈമായി കുറച്ച് നേരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചായയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചായയും പഞ്ചാബി സമൂസയൊക്കെ. പക്ഷേ ആ ഒരു
തിരക്കിൽ നമുക്ക് എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ, പിന്നെ മീറ്റിങ്ങും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ലഞ്ച് ടൈമായിട്ട് നമ്മുടെ കോളേജിൽ തന്നെ വെച്ച ഫ്രൈഡ് റൈസും പപ്പടും സർലാസും അച്ചാറും നാരങ്ങച്ചാറും ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സായിരുന്നു ഞങ്ങൾക്ക് സെർവ് ചെയ്തത്. സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും വലിയൊരു ബി.എഡുകാരാണ്. അപ്പോൾ അവരാണ് സെർവ് ചെയ്തത്. അവരുടെ സെക്ഷനിൽ പോയിരുന്നിട്ടാണ് കേട്ടോ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ. അപ്പോൾ നല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു. ആദ്യം കുറച്ച് വെന്തിട്ടില്ലെന്നൊക്കെ തോന്നി, പക്ഷെ കഴിച്ച് വന്നപ്പോൾ ഫ്രൈഡ് റൈസ് സെറ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് അപ്പുറത്തിരിക്കുന്നത് വലുത്, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒന്നിച്ചിരിക്കുകയായിരുന്നു അവൾ. അപ്പോൾ അവളുടെ പപ്പടം വേണ്ട പറഞ്ഞ് എനിക്ക് തന്നു. പിന്നെ ഞാൻ എല്ലാം കഴിക്കുന്ന കാരണം ഞാൻ അതും വെട്ടി വിഴുങ്ങി. ഓക്കെ ഗൈസ്, അപ്പോൾ അതും കഴിച്ചു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഞാൻ കറിയും പ്രതീക്ഷിച്ചു. പക്ഷെ അതിന് മാത്രമുള്ള ഫണ്ട് ഞങ്ങളുടെ NSSന് തൽക്കാലമില്ല. ഞങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ ക്യാമ്പസിലത്തെ ഫസ്റ്റ് NSS യൂണിറ്റ്. അത് കാരണം ഞങ്ങൾക്കൊക്കെ ഫണ്ട് കിട്ടുക ഞങ്ങളുടെ ഇത്തവണത്തെ പ്രവർത്തനം നോക്കിയിട്ടാണ് ഇനിയുള്ള ഫണ്ടൊക്കെ വരിക. അപ്പം ഞങ്ങൾക്ക് ഇത്തിരി ഫണ്ട് കുറവായ കാരണം ഞങ്ങളൊക്കെ കുറച്ച് അഡ്ജസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകാനുണ്ട്. പൂരി വെയിലാണ്, വൈകിട്ടായി ഗൈസ്. എന്നിട്ടും വെയിലിൻ്റെ ആ ഗാഢത നോക്കൂ. ഇതൊക്കെ വെയിലാണ്, ചൂട്. തൃശ്ശൂർ ഇപ്പോൾ 40 ഡിഗ്രിയാണ് ചൂട്. കേരളത്തിലെ ഏറ്റവും ചൂട് തൃശ്ശൂരാണെന്ന് കേൾക്കണം. അപ്പോൾ നല്ല വെട്ടിത്തിളയ്ക്കാന്നല്ലേ പറയില്ല അല്ലേ. ഓക്കെ, നല്ല ഇടിവെട്ട് ചൂടാണ് ഗൈസ്. എന്തൊരു വെയിലത്. ഞങ്ങൾ പിന്നെ അതുമാത്രമല്ല, റോഡിൽ ഒറ്റ കുട്ടികളില്ല. ഇത് പറഞ്ഞതൊരു കുട്ടി അതിൽ കൂടെ പോയിട്ടോ ഗൈസ്. അതെൻ്റെ കുഴപ്പമില്ല, ആരോ പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്, നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ടാണ് കണ്ട കുട്ടി പോയി. ഓക്കെ, ഇന്ന് മുടക്ക് ദിവസം ആയതുകൊണ്ട് തന്നെ ബസ്സുകളൊക്കെ തീരെ കുറവായിരുന്നു. ഞങ്ങൾ അരമണിക്കൂർ ബസ് സ്റ്റോപ്പിൽ പോസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും ബൈ. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.